ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസോർഡേഴ്സ് ഓഫ് അഡൾട്ട് പേഴ്സണാലിറ്റി ആൻഡ് ബിഹേവിയർ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ്. അപ്പോൾ പേഴ്സണാലിറ്റി എന്താണെന്നുള്ള ചോദ്യമാണ് ആദ്യം വരുന്നത്. സോ പേഴ്സണാലിറ്റി ഈസ് ഡിഫൈൻഡ് ആസ് എ ഡീപ്ലി ഇൻഗ്രെയിൻഡ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ദാറ്റ് ഇൻക്ലൂഡ്സ് മോഡ്സ് ഓഫ് പെർസെപ്ഷൻ relating to and thinking about oneself and the surrounding environment. Personality traits are normal, prominent aspect of personality. So these are deeply ingrained, ഒരാളുടെ ഉള്ളിൽ വളരെ ആഴത്തിൽ കൊത്തിവെക്കപ്പെട്ട പാറ്റേൺസ് ഓഫ് ബിഹേവിയർ ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് മോഡ്സ് ഓഫ് പെർസെപ്ഷൻ. എങ്ങനെ ഒരാൾ ഒരു കാര്യത്തെ കാണുന്നു, എങ്ങനെ അതിനെ റിലേറ്റ് ചെയ്യുന്നു, എങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു, അങ്ങനെ നമ്മളെപ്പറ്റി സ്വയം ചിന്തിക്കുന്നു, അതേപോലെ തന്നെ സറൗണ്ടിങ് എൻവയോൺമെൻറ്റുമായി എങ്ങനെ ചിന്തിക്കുന്നു, അതിനെങ്ങനെ കാണുന്നു, അതിനെങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ഇതിനെയാണ് നമ്മൾ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. നോർമലി പേഴ്സണാലിറ്റി ട്രേറ്റ്സ് എല്ലാം വലിയ പ്രശ്നമില്ലാത്ത രീതിയിൽ പോകുന്നതായതുകൊണ്ടാണ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ആർ നോർമൽ. ആൻഡ് വെൻ ദർ ഇസ് സം പ്രോബ്ലം വിത്ത് ദ ഇൻട്രാക്ഷൻ വിത്ത് ദ എൻവയോൺമെൻറ്റ് ഓർ വിത്ത് അതേഴ്സ് which makes us for the person or the other people, then it will become an abnormality. അയാൾക്കോ അയാളുടെ ചുറ്റുപാടുകൾക്കോ അല്ലെങ്കിൽ ചുറ്റുമുള്ളവർക്കോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് എന്ന് പറയാം. സോ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് റിസൾട്ട് വെൻ ദീസ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ബിക്കം അബ്നോർമൽ, ദാറ്റ് ഈസ് become inflexible and maladaptive and causes significant social and or occupational impairment ഓർ സിഗ്നിഫിക്കൻറ്റ് സബ്ജക്റ്റീവ് ഡിസ്ട്രെസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരാൾക്ക് അയാൾ ഇൻഫ്ലെക്സിബിൾ ആവുകയോ മാലഡാപ്റ്റീവ് ആവുകയോ ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ സോഷ്യൽ അല്ലെങ്കിൽ ഒക്യുപ്പേഷണൽ ഫങ്ഷനിങ് ഇമ്പയർഡ് ആവുകയോ അല്ലെങ്കിൽ അയാൾക്ക് സ്വന്തമായി സബ്ജക്റ്റീവ് ഡിസ്ട്രെസ് ഉണ്ടാവുകയോ ചെയ്യുകയാണെങ്കിൽ അത് പേഴ്സണാലിറ്റി പ്രോബ്ലമായിട്ട് നമുക്ക് പറയാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ക്ലിനിക്കൽ സബ് ടൈപ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ടൈപ്സിനെ പറ്റിയാണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഒന്നാമത്തതും ഏറ്റവും പ്രധാനവുമായതാണ് പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? ഒന്ന്, എക്സസീവ് സെൻസിറ്റീവ്നെസ്, വളരെ സെൻസിറ്റീവായ വ്യക്തികളായിരിക്കും. ടെൻഡൻസി ടു പേഴ്സിസ്റ്റൻ്റ്ലി ബിയർ ഗ്രഡ്ജസ്, മനസ്സിൽ വെറുപ്പും വൈരാഗ്യവും ഒക്കെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കും. സിഗ്നിഫിക്കൻറ്റ് സസ്പീഷ്യസ്നെസ്, വളരെ സംശയാലുക്കളായിരിക്കും. റിക്കറൻറ്റ് സസ്പിഷൻ അബൌട്ട് ഫിഡലിറ്റി ഓഫ് പാർട്ട്ണർ വിത്തൗട്ട് ജസ്റ്റിഫിക്കേഷൻ, പാർട്ട്ണറെ പറ്റി അകാരണമായ സംശയം സൂക്ഷിക്കുന്നവരായിരിക്കും. ടെൻഡൻസി ടു എക്സ്പീരിയൻസ് എക്സസീവ് സെൽഫ് ഇമ്പോർട്ടൻസ്, സ്വയം കേന്ദ്രീകൃതമായി ചിന്തിക്കുന്നവർ, അവനവനെ പറ്റി കൂടുതൽ ഇമ്പോർട്ടൻസോടുകൂടി ചിന്തിക്കുന്നവരായിരിക്കും. പ്രീ ഓക്യുപ്പേഷൻ വിത്ത് അൺസബ്സ്റ്റാൻഷിയേറ്റഡ് കോൺസ്പിരേഷണൽ എക്സ്പ്ലനേഷൻ ഓഫ് ഈവൻറ്റ്സ്, നമ്മൾ കാണാത്ത അർത്ഥം ഓരോ കാര്യങ്ങളിലും കണ്ട് അത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വരെ ആരോപിക്കാൻ കഴിവുള്ളവരായിരിക്കും. The disorder is commoner in men and is more common in minority groups and immigrants. ഏറ്റവും അധികം അത് കണ്ടുവരുന്നത് ആൺങ്ങളിലാണ്, അതായത് മെയിൽസിലാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. അതുപോലെ തന്നെ മൈനോറിറ്റി ഗ്രൂപ്പ്സ്, ഇമിഗ്രൻസ്, ഇവർക്കെല്ലാം ഒരു പേടിയും ഭയവും ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാകും. അവർ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറായി മാറാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അടുത്തത് അതിന് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. നെക്സ്റ്റ് വൺ ഈസ് സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇവരുടെ ഫീച്ചേഴ്സ് എന്തെല്ലാമാണ്? ഇമോഷണൽ കോൾഡ്നെസ്, സോ അവർ ഇമോഷണലി വളരെ കോൾഡ് അല്ലെങ്കിൽ അവർ തീരെ എക്സ്പ്രസീവ് ആയിരിക്കില്ല. ലാക്ക് ഓഫ് പ്ലഷർ ഫ്രം ആക്ടിവിറ്റീസ്, ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്നും അവർക്ക് സന്തോഷമൊന്നും ലഭിക്കാറില്ല. ലിമിറ്റഡ് കപ്പാസിറ്റി ടു എക്സ്പ്രസ് ഫീലിങ്സ് ടുവേർഡ്സ് അതേഴ്സ്, മറ്റുള്ളവരോട് ഫീലിങ്സ് പുറത്ത് കാണിക്കാൻ കഴിവ് അവർക്കുണ്ടായിരിക്കുകയില്ല. അപ്പാരൻറ്റ് ഇൻഡിഫറൻസ് ടു പ്രൈസ് ഓർ ക്രിറ്റിസിസം, അവരെ വഴക്ക് പറഞ്ഞാലോ ക്രിറ്റിസൈസ് ചെയ്താലോ അല്ലെങ്കിൽ അവരെ പുകഴ്ത്തി പറഞ്ഞാലോ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അവരുടെ മനസ്സിലോ അവരുടെ എക്സ്പ്രഷനിലോ ഉണ്ടാവാറില്ല. ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ സെക്ഷൽ എക്സ്പീരിയൻസസ്, പ്രിഫറൻസ് ഫോർ സോളിറ്ററി ആക്ടിവിറ്റീസ്, ഒറ്റയ്ക്കിരുന്ന് കാര്യങ്ങൾ ചെയ്യാനാണ് അവർക്ക് താല്പര്യം. എക്സസീവ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഫാൻറ്റസി ആൻഡ് ഇൻട്രോസ്പെക്ഷൻ, അതായത് ഒറ്റയ്ക്കിരുന്ന് അവനവനെ പറ്റിയും അതുപോലെ തന്നെ ഫാൻറ്റസി ചെയ്യാനൊക്കെയാണ് അവർക്ക് താല്പര്യം. ലാക്ക് ഓഫ് ക്ലോസ് ഫ്രണ്ട്സ്, അടുത്ത ഫ്രണ്ട്സൊന്നും അവർക്കുണ്ടാവുകയില്ല. മാർക്കഡ് ഇൻസെൻസിറ്റിവിറ്റി ടു പ്രിവെയിലിംഗ് സോഷ്യൽ നോംസ് ആൻഡ് കൺവെൻഷൻസ്, സോഷ്യൽ നോംസിനോടും കൺവെൻഷനോടും അവർക്ക് തീരെ താല്പര്യം ഉണ്ടാവുകയില്ല. ദ ഡിസോർഡർ ഈസ് മോർ കോമൺ ഇൻ മെൻ. ഓൺസെറ്റ് ഈസ് ഏർലി ചൈൽഡ്ഹുഡ് വിത്ത് സ്റ്റേബിൾ കോഴ്സ് ഓവർ ഇയേഴ്സ്. അടുത്തതാണ് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. സ്കിസോടൈപ്പൽ
ഇനപ്രോപ്രിയേറ്റ് ഓർ കൺസ്ട്രിക്റ്റഡ് അഫക്റ്റ്, അവർക്ക് അവരുടെ അഫക്റ്റ്, അവരുടെ ഇമോഷണൽ എക്സ്പ്രഷൻ വളരെ ഇനപ്രോപ്രിയേറ്റോ അല്ലെങ്കിൽ വേണ്ടത്ര വിധത്തിലോ ഉണ്ടായിരിക്കുകയില്ല. ഓഡ്, എക്സെൻട്രിക് ഓർ പെക്യുലർ ബിഹേവിയർ, പ്രത്യേക തരത്തിലുള്ള പെരുമാറ്റങ്ങൾ അവരിൽ കാണാം. പുവർ റാപ്പോർഡ് വിത്ത് അതേഴ്സ് ആൻഡ് സോഷ്യൽ വിഡ്രോവൽ, മറ്റുള്ളവരുമായിട്ട് വളരെ മോശം ആയിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ സോഷ്യൽ വിഡ്രോവലുകളും കാണാൻ പറ്റും. ഓഡ് ബിലീഫ്സ് ഓർ മാജിക്കൽ തിങ്കിങ്, വളരെ പ്രത്യേകത രീതിയിലുള്ള അല്ലെങ്കിൽ മാജിക്കലായിട്ടുള്ള വിശ്വാസങ്ങളും ചിന്തകളുമായിരിക്കും അവരുടേത്. സസ്പീഷ്യസ്നെസ് ഓർ പാരനോയിഡ് ഐഡിയാസ്, പാരനോയിഡ് പേഴ്സണാലിറ്റി പറഞ്ഞ പോലെ തന്നെ ഇവരിലും സസ്പീഷ്യസ്നെസ്സും പാരനോയിഡ് ഐഡിയാസും ഉണ്ടാവും. ദെൻ ഒബ്സസീവ് റൂമിനേഷൻസ് വിത്തൗട്ട് ഇന്നർ റെസിസ്റ്റൻസ്, അവരുടെ മനസ്സിലേക്ക് റിപ്പീറ്റേറ്റീവ് ഇൻട്രൂസീവ് ആയിട്ടുള്ള തോട്ട്സ് ഇങ്ങനെ മനസ്സിലേക്ക് കടന്നുകൊണ്ടിരിക്കും, അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ദെൻ അൺയൂഷ്വൽ പെർസെപ്ച്വൽ എക്സ്പീരിയൻസസ്, അവർക്കും അൺയൂഷ്വൽ പെർസെപ്ച്വൽ എക്സ്പീരിയൻസസ് ഉണ്ടാവാം. ഇല്യൂഷൻ അതുപോലെ ഹാലുസിനേഷൻ പോലെയുള്ള അൺയൂഷ്വൽ പെർസെപ്ച്വൽ എക്സ്പീരിയൻസസ് അവർക്കുണ്ടാവാം. ദെൻ വേഗ്, സർക്കംസ്റ്റാൻഷ്യൽ, മെറ്റാഫറിക്കൽ ഓർ സ്റ്റീരിയോടൈപ്പ് തിങ്കിങ്, അവർക്ക് അവരുടെ ചിന്താരീതി തന്നെ വളരെ വിചിത്രമായിട്ടുള്ള ചിന്താരീതികളായിരിക്കും. ദെൻ ഒക്കേഷണൽ, ട്രാൻസിയൻറ്റ്, ക്വാസി സൈക്കോട്ടിക് എപ്പിസോഡ്സ് വിത്ത് ഇൻറ്റൻസ് ഇല്യൂഷൻസ്, ഹാലൂസിനേഷൻസ് ആൻഡ് ഡെലൂഷൻ ലൈക്ക് ഐഡിയാസ്, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ചെറിയ സൈക്കോട്ടിക് എപ്പിസോഡ് പോലെ അവർ പ്രകടിപ്പിക്കാം. അവരുടെ കൂടെ ഇല്യൂഷൻസും ഹാലൂസിനേഷൻസും ഡെലൂഷൻസും ഒക്കെ കാണിച്ചേക്കാം. അത് തുടർന്നുണ്ടാവണമെന്നില്ല, കുറച്ച് സമയത്തേക്ക് മാത്രം. ദിസ് ഡിസോർഡർ ലൈസ് ബിറ്റ്വീൻ സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ ആൻഡ് സ്കിസോഫ്രീനിയ ഓൺ എ സ്കിസോഫ്രീനിക് കണ്ടിന്യൂം. അപ്പോൾ ഇതാണ് നമ്മൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം. സ്കിസോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെയും സ്കിസോഫ്രീനിയയുടെയും നടുക്ക് കിടക്കുന്ന ഒരു സംഭവമാണ് സ്കിസോടൈപ്പൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ ഇറ്റ് ഈസ് lying more near to schizophrenia. Schizotypal disorder is somewhere more near to schizophrenia because there are affect and thinking problems much more marked than other personality disorders. Next is antisocial personality അല്ലെങ്കിൽ ഡിസോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ആൻറ്റി സോഷ്യൽ അല്ലെങ്കിൽ ഡിസോഷ്യൽ, അതായത് സൊസൈറ്റിക്ക് എതിരായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ നോംസിന് ഒക്കെ എതിരായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. സോ കാലസ്, അൺകൺസേൺ ഫോർ ഫീലിംഗ് ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഫീലിങ്ങിനെ പറ്റി തീരെ അവർ ബോദർ ചെയ്യാറില്ല. ഗ്രോസ് ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ആറ്റിറ്റ്യൂഡ് ഓഫ് ഇറസ്പോൺസിബിലിറ്റി ആൻഡ് ഡിസ്റിഗാർഡ് ഫോർ സോഷ്യൽ നോംസ്, റൂൾസ് ആൻഡ് ഒബ്ലിഗേഷൻസ്. സോഷ്യൽ നോംസ്, റൂൾസ്, ഒബ്ലിഗേഷൻ അതിനെപ്പറ്റിയൊന്നും അവർ തീരെ ബോധേഡേ അല്ല. ദെൻ ഇൻകപ്പാസിറ്റി ടു മെയിൻറ്റെയിൻ എൻഡ്യൂറിങ് റിലേഷൻഷിപ്സ്, മറ്റുള്ളവരുമായിട്ട് ആഴത്തിലുള്ള ബന്ധം അവർക്ക് സൂക്ഷിക്കാൻ കഴിയില്ല. വെരി ലോ ടോളറൻസ് ടു ഫ്രസ്ട്രേഷൻ അവർക്ക് താങ്ങാനേ പറ്റില്ല, അവരതിനെതിരെ ഭയങ്കര മോശമായിട്ട് പ്രതികരിക്കും. ലോ ത്രഷോൾഡ് ഫോർ ഡിസ്ചാർജ് ഓഫ് അഗ്രഷൻ, പെട്ടെന്ന് തന്നെ അവർ അഗ്രസീവ് ആവും. ദെൻ ഇൻകപ്പാസിറ്റി ടു എക്സ്പീരിയൻസ് ഗിൽറ്റ് ആൻഡ് ടു പ്രോഫിറ്റ് ഫ്രം എക്സ്പീരിയൻസ് പർട്ടിക്കുലർലി പണിഷ്മെൻറ്റ്, അവർക്ക് ഗിൽറ്റ് എന്നുള്ള ആ സംഭവം അവരുടെ ഡിക്ഷണറിയിലേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. എന്ത് ചെയ്താലും കുറ്റബോധമില്ല, അതുകൊണ്ട് വീണ്ടും വീണ്ടും കുറ്റങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവരിലുണ്ടാവും. അതുകൊണ്ട് തന്നെ പണിഷ്മെൻറ്റ് കൊടുത്തുകൊണ്ട് ഒരിക്കലും അവർ കറക്റ്റായി ചെയ്യപ്പെടില്ല. ദെൻ മാർക്കറ്റ് പ്രോൺനെസ് ടു ബ്ലെയിം അതേഴ്സ്, എന്ത് കാര്യം ചെയ്താലും മറ്റുള്ളവരുടെ തെറ്റാണെന്ന് ആരോപിക്കാനായിരിക്കും അവർക്ക് താല്പര്യം. ദെൻ പേഴ്സിസ്റ്റൻ്റ് ഇറിറ്റബിലിറ്റി, പെട്ടെന്ന് ദേഷ്യം വരുന്ന വിഭാഗക്കാരാണ് ഇവർ. ദെൻ ഹിസ്റ്ററി ഓഫ് കണ്ടക്ട് ഡിസോർഡർ ഇൻ ചൈൽഡ്ഹുഡ് ആൻഡ് അഡോളസൻസ്, അവർക്ക് നമ്മൾ ഹിസ്റ്ററി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ചെറുപ്പത്തിൽ പെരുമാറ്റ വൈകല്യങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അഡൾട്ട്ഹുഡിൽ ഉണ്ടായിരിക്കാം. The disorder is diagnosed more commonly in males and the course is usually chronic. Next is histrionic personality disorder. Self-dramatization and exaggerated expression of emotion. ഒരു നാടകീയത അവരുടെ പെരുമാറ്റത്തിലും അതുപോലെ തന്നെ ഇമോഷണൽ എക്സ്പ്രഷനിലുമെല്ലാം പുലർത്തുന്നവരായിരിക്കും. സജസ്റ്റബിലിറ്റി, മറ്റുള്ളവരോട് പെട്ടെന്ന് ഇൻഫ്ലുവൻസ്ഡ് ആവും, അതായത് ഒരാളൊരു കാര്യം പറഞ്ഞാൽ അത് വിശ്വസിച്ച് അതുപോലെ പെരുമാറാൻ അവർക്ക് കഴിയും. ദെൻ ഷാലോ ആൻഡ് ലബൈൽ അഫക്റ്റിവിറ്റി, വളരെ ഷാലോ, ഡീപ്പല്ലാത്ത എന്നാൽ പെട്ടെന്ന് ചേഞ്ച് ചെയ്യുന്ന ഇമോഷണൽ എക്സ്പ്രഷൻ ആയിരിക്കും അവരുടേത്. കണ്ടിന്യൂവൽ അറ്റൻഷൻ സീക്കിംഗ് ആറ്റിറ്റ്യൂഡ്, മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ അവരെന്ത് ചെയ്യും. ഇനപ്രോപ്രിയേറ്റ് സെഡക്റ്റീവ്നെസ് ആൻഡ് ഓവർ കൺസേൺ വിത്ത് ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ്, അതായത് പെട്ടെന്ന് മറ്റുള്ളവരോട് വളരെ സെഡക്റ്റീവായിട്ട് പെരുമാറുക, അവരെ പെട്ടെന്ന് പറയുക അഡിക്റ്റ് ആക്കുന്ന രീതിയിൽ വളരെ സെഡക്റ്റീവായിട്ട് പെരുമാറുക. അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്റ്റീവ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കണം എന്നുള്ളൊരു മനസ്സെപ്പോഴും കീപ്പ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ദെൻ ഈഗോ സെൻട്രിസിറ്റി, എപ്പോഴും അവനവനെ പറ്റി വളരെ ഓവർ കോൺസേൺഡ് ആയിരിക്കും. ദെൻ കണ്ടിന്യൂസ് ലോങ്ങിങ് ഫോർ അപ്രീസിയേഷൻ, എല്ലാവരും എന്നെ അപ്രീസിയേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും. ദെൻ ഫീലിംഗ് ദാറ്റ് ആർ ഈസിലി ഹേർട്ട്, ചെറിയ കാര്യം തന്നെ വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന വ്യക്തികളായിരിക്കും. ദെൻ പെർസിസ്റ്റൻറ്റ് മാനിപ്പുലേറ്റീവ് ബിഹേവിയർ ടു അച്ചീവ് ഓൺ നീഡ്സ്,
മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ അവർക്ക് ഭയങ്കര കഴിവായിരിക്കും. അവർ ആ സെക്ഷൽ ആയിട്ടുള്ള അട്രാക്ഷൻ അതുപോലെ തന്നെ സെഡക്റ്റീവ്നെസ് ഒക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ മാനിപ്പുലേറ്റ് ചെയ്ത് സ്വന്തം കാര്യം നേടുന്നവരിൽ അവർ വളരെ വിദഗ്ധരായിരിക്കും. Then tantrums or anger outbursts are common. They will show some kind of mannerisms or anger outbursts to achieve things. Then exhibitionistic traits such as dressing flamboyantly, mannerisms of speech and motor behavior are present. അതായത് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു കാര്യങ്ങളാണ് ഇതെല്ലാം. എക്സിബിഷനിസ്റ്റിക് ആയിരിക്കും, കളർഫുള്ളായി ഡ്രസ്സ് ചെയ്യും, അവരുടെ സ്പീച്ച് മാനറിസം എല്ലാം ഭയങ്കര സെഡക്റ്റീവ് ആയിട്ടുള്ള സ്പീച്ച് ആയിരിക്കും, അവരുടെ ബിഹേവിയറുകളെല്ലാം. Then there is an attempt to look charming, beautiful and seductive. Suicidal gestures may be made at times. And interpersonal relationship are often stormy and ungratifying. അവരുടെ റിലേഷൻസ് എല്ലാം വളരെ മോശമായിരിക്കും. ഇതുപോലുള്ള സ്വഭാവമുള്ളതുകൊണ്ട് പാർട്ട്ണർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ദിസ് ഡിസോർഡർ ഈസ് മോർ കോമൺ ഇൻ ഫീമെയിൽ ജെൻഡർ. Next is narcissistic personality disorder. So this personality disorder is characterized by ideas of grandiosity and inflated self-importance. ഈ നാർസിസിസം എന്നുള്ളത് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഹിറ്റ്ലറെ പറ്റിയോ അങ്ങനെയുള്ള ഓട്ടോക്രാറ്റിക് റൂളേഴ്സിനെ പറ്റിയോ മനസ്സിൽ ആലോചിക്കുക. സോ ദീസ് പീപ്പിൾ ആർ ലൈക്ക് ദാറ്റ്. ഐഡിയാസ് ഓഫ് ഗ്രാൻഡിയോസിറ്റി ആൻഡ് ഇൻഫ്ലേറ്റഡ് സെൻസ് ഓഫ് സെൽഫ് ഇമ്പോർട്ടൻസ്. ഞാൻ വലിയ ആളാണ്, എന്തോ സംഭവമാണെന്ന് എപ്പോഴും വിശ്വസിച്ച് നടക്കുന്നവരായിരിക്കും. പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഫാൻറ്റസീസ് ഓഫ് അൺലിമിറ്റഡ് സക്സസ്. എല്ലാം കീഴടക്കണം, ഒന്നാമതെത്തണം എന്നുള്ള കാര്യം എപ്പോഴും പ്രീ ഓക്യുപ്പൈ ചെയ്ത് നടക്കുന്ന ആൾക്കാരായിരിക്കും. Then attention seeking dramatic behavior needs constant praise and unable to face criticism. അവരെ ആരും കുറ്റം പറയുന്നതോ ക്രിറ്റിസൈസ് ചെയ്യുന്നതോ ഇഷ്ടമല്ല, പക്ഷേ അവർക്ക് എപ്പോഴും അവരെ പുകഴ്ത്തി പറയുന്നത് വളരെ ഇഷ്ടമുള്ളവരായിരിക്കും. Then lack of empathy with others with exploitative behavior. മറ്റുള്ളവരോട് തീരെ എമ്പതി കാണിക്കുന്നവരായിരിക്കില്ല, മറ്റുള്ളവരെ ചൂഷണം ചെയ്യുന്നവരായിരിക്കും. ഷെയ്ക്കി സെൽഫ് എസ്റ്റീം, അണ്ടർലൈങ് സെൻസ് ഓഫ് ഇൻഫീരിയോറിറ്റി ആൻഡ് ഈസിലി ഡിപ്രസ്ഡ് ബൈ മൈനർ ഈവൻറ്റ്സ്. അവരുടെ സെൽഫ് എസ്റ്റീം വളരെ ഷെയ്ക്കി ആയിരിക്കും, പെട്ടെന്ന് സെൽഫ് എസ്റ്റീം ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നവരായിരിക്കും. അവർക്ക് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് വളരെ കൂടുതലായിരിക്കും. മറ്റുള്ളവരെ എന്തെങ്കിലും ചെറിയ കാര്യം മതി അവർ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡായി പോകും. ദെൻ ഇമോഷണലി അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയും. സിഗ്നിഫിക്കൻ്റ് ആൻഡ് പേഴ്സിസ്റ്റൻറ്റ് ഡിസ്റ്റർബൻസ് ഓഫ് ഐഡൻറ്റിറ്റി ഓഫ് സെൽഫ്, ഹൂ ആം ഐ. അതായത് നമുക്ക് മറ്റുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകളിലൊന്നും ഉൾപ്പെടുത്താൻ പറ്റാത്ത, അങ്ങോട്ടും ഇങ്ങോട്ടും ഫാസ്റ്റ് ചേഞ്ചിങ് ആയിട്ടിരിക്കുന്ന ഒരു പ്രത്യേക പേഴ്സണാലിറ്റി ഡിസോർഡറാണ് ബോർഡർ ലൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഞാൻ ആരാണ് എന്നുള്ള ചിന്ത അലട്ടുന്നവരായിരിക്കും ഇതിൽ പറയുന്ന എല്ലാവരും. അൺസ്റ്റേബിൾ ആൻഡ് ഇൻറ്റൻസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് പാറ്റേൺ. ആരുമായിട്ടും പറയുക അടുപ്പം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, വളരെ പക്ഷേ ഇൻറ്റൻസീവ് ആയിട്ടുള്ള റിലേഷനായിരിക്കും അവർ കീപ്പ് ചെയ്യുന്നത്. അത് സഹിക്കാൻ പറ്റാതെ ആയിരിക്കും പലരും ഇട്ടിട്ട് പോകുന്നത്. ദെൻ ഇമ്പൾസിവിറ്റി, വളരെ ഇമ്പൾസീവായിട്ട് പെരുമാറും. ദെൻ അൺസ്റ്റേബിൾ ഇമോഷണൽ റെസ്പോൺസ് വിത്ത് റാപ്പിഡ് ഷിഫ്റ്റ്സ്, ആങ്കർ ഔട്ട്ബേഴ്സ് മേ ഒക്കർ. ഇമോഷണൽ റെസ്പോൺസ് അൺസ്റ്റേബിൾ ആയിരിക്കും, പെട്ടെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത റെസ്പോൺസുകളായിരിക്കും. ദെൻ ക്രോണിക് ഫീലിംഗ് ഓഫ് ബോർഡം ഓർ എംപ്റ്റിനെസ് വിത്ത് ഇന്നബിലിറ്റി ടു സ്റ്റേ അലോൺ. അവർക്ക് ഒരിക്കലും ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, എപ്പോഴും ഒരു പാർട്ട്ണർ വേണം. ആൻഡ് ദേ വിൽ ഹാവ് എ ഡീപ്പ് റിലേഷൻ വിത്ത് ദാറ്റ് പാർട്ട്ണർ ആൻഡ് മോസ്റ്റ് ഓഫ് ദ ടൈം ദേ വിൽ ലീവ് ദാറ്റ് പേഴ്സൺ. ദെൻ ഡെലിബറേറ്റ് സെൽഫ് ഹാം ഈസ് കോമൺ ഇൻ ദ ഫോം ഓഫ് സെൽഫ് മ്യൂട്ടിലേഷൻ, സൂയിസൈഡൽ ജസ്റ്റേഴ്സ് ഓർ ആക്സിഡൻ്റൽ പ്രോൺനെസ്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇമോഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവർ സൂയിസൈഡൽ ടെൻഡൻസി, അതുപോലെ തന്നെ സ്വയം അംഗഭംഗം വരുത്തുക, അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ശ്രമിക്കുക ഒക്കെ ചെയ്യാറുണ്ട്. അടുത്തത് ആങ്ഷ്യസ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി. ആങ്ഷ്യസ് അല്ലെങ്കിൽ അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി, നമുക്കെല്ലാവർക്കും അറിയാം ആങ്സൈറ്റി എപ്പോഴും കീപ്പ് ചെയ്യുന്നവർ, എല്ലാത്തിനും ഉത്കണ്ഠ കാണിക്കുന്ന ആ ടൈപ്പ് ആൾക്കാരായിരിക്കും. ദെൻ പേഴ്സിസ്റ്റൻ്റ് ആൻഡ് പെർവേസീവ് ഫീലിംഗ് ഓഫ് ടെൻഷൻ ആൻഡ് അപ്രിഹെൻഷൻ. ഇവർക്ക് എപ്പോഴും ഒരു ടെൻഷൻ അല്ലെങ്കിൽ ഒരു അപ്രിഹെൻഷൻ, അതായത് ഒരു ഫീലിംഗ് ഓഫ് അൺഈസിനെസ് എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ബിലീവ് ദാറ്റ് വൺ ഈസ് സോഷ്യലി ഇനപ്റ്റ്, പേഴ്സണലി അൺഅപ്പീലിംഗ് ആൻഡ് ഇൻഫീരിയർ ടു അതേഴ്സ്. എപ്പോഴും മനസ്സിൻ്റെ ഉള്ളിനുള്ളിൽ ഞാൻ ഈ സൊസൈറ്റിക്ക് ചേർന്ന ആളല്ല, അല്ലെങ്കിൽ എന്നെ കാണാൻ ഭംഗിയില്ല, ഞാൻ മറ്റുള്ളവരെക്കാൾ ഇൻഫീരിയർ ആണ് എന്നുള്ള തോന്നലുകളൊക്കെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നവരായിരിക്കും. എക്സസീവ് പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ബീങ് ക്രിട്ടിസൈസ്ഡ് ഓർ റിജക്റ്റഡ് ഇൻ സോഷ്യൽ സിറ്റുവേഷൻ. അവർക്കെപ്പോഴും പേടിയായിരിക്കും എന്നെ മറ്റുള്ളവർ ക്രിട്ടിസൈസ് ചെയ്യുമോ, മറ്റുള്ളവർ എന്നെ തഴയുമോ സോഷ്യൽ സിറ്റുവേഷൻസിൽ. അതുകൊണ്ട് തന്നെ സോഷ്യൽ അപ്പിയറൻസിലൊക്കെ അവർക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. ദെൻ അൺവില്ലിങ്നെസ് ടു ബിക്കം ഇൻവോൾവ് വിത്ത് പീപ്പിൾ അൺലെസ് സർട്ടൈൻ ബീങ് ലൈക്ഡ്. അതായത് മറ്റുള്ളവരുമായിട്ട് ഇടപഴകാൻ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും, കാരണം ക്രിട്ടിസൈസ് ചെയ്യുമെന്നുള്ള പേടി കാരണം. അതുകൊണ്ട് ഏറ്റവും അടുത്ത അറിയുന്നവരിൽ മാത്രം അവർ ഇടപഴകാൻ ശ്രമിക്കുകയുള്ളൂ. ദെൻ റെസ്ട്രിക്ഷൻസ് ഇൻ ലൈഫ് സ്റ്റൈൽ ബിക്കോസ് ഓഫ് ദ നീഡ് ടു ഹാവ് ഫിസിക്കൽ സെക്യൂരിറ്റി. സോ എപ്പോഴും അവർക്ക് അറിയുന്ന ഏരിയകളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് തന്നെ അവരുടെ റെസ്ട്രിക്ഷൻസ് ഒരുപാട് കൂടുതലായിരിക്കും അവരുടെ ലൈഫ് സ്റ്റൈലിൽ. ദെൻ അവോയ്ഡൻസ് ഓഫ് സോഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് സിഗ്നിഫിക്കൻറ്റ് ഇൻ്റർപേഴ്സണൽ കോൺടാക്ട് ബിക്കോസ് ഓഫ് ദ ഫിയർ ഓഫ് ക്രിറ്റിസിസം, ഡിസപ്രൂവൽ ഓർ റിജക്ഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. സോഷ്യൽ ഒക്യുപ്പേഷണൽ ആക്ടിവിറ്റീസിൽ അവർ മിക്കവാറും
ഒഴിഞ്ഞു മാറി നടക്കാനാണ് സാധ്യത. Then other associated features include hypersensitivity to rejection and criticism. These people do not enter into interpersonal relationship unless they are very sure of uncritical approval. അതായത് ഒരാളായിട്ട് റിലേഷൻ സ്ഥാപിക്കുന്നെങ്കിൽ അവരെന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തില്ല എന്നുള്ള ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ അവർ റിലേഷൻ സ്ഥാപിക്കുകയുള്ളൂ. ദിസ് ഡിസോർഡർ ഈസ് എൻ എപ്പിറ്റോം ഓഫ് വാട്ട് ഈസ് കോൾഡ് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്. അതായത് ഇൻഫീരിയോറിറ്റി കോംപ്ലക്സിൻ്റെ ഒരു ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഒരു അവസ്ഥയാണ് ആങ്ഷ്യസ് പേഴ്സണാലിറ്റി ഡിസോർഡർ. സെക്കൻഡറി ഡിപ്രഷൻ ഈസ് വെരി കോമൺ ഇൻ ദിസ് കൈൻഡ് ഓഫ് പീപ്പിൾ. അടുത്തത് ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇതിലെന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു ഡിപ്പെൻഡൻറ്റ് ആയ ഒരാളെ എപ്പോഴും ആശ്രയിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. അതായത് എൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ അലോവിങ് അതേഴ്സ് ടു മേക്ക് ഡിസിഷൻ ഫോർ ദം. അതായത് മറ്റുള്ളവരോട് എൻ്റെ കാര്യം നിങ്ങൾ തീരുമാനിച്ചോളൂ എന്ന് പറയുന്ന ആൾക്കാർ. ദെൻ സബോർഡിനേഷൻ ഓഫ് വൺസ് ഓൺ നീഡ്സ് ടു ദോസ് ഓഫ് അതേഴ്സ് ആൻഡ് അൺഡ്യൂ കംപ്ലയൻസ് വിത്ത് ദെയർ വിഷസ്. മറ്റുള്ളവർ എന്നെ വിട്ടുപോകാതിരിക്കാൻ അല്ലെങ്കിൽ അവർ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരിക്കാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം അവർക്ക് വേണ്ടി ത്യജിക്കുക, അവരുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കുക. ദെൻ അൺവില്ലിങ്നെസ് ടു മേക്ക് ഈവൻ റീസണബിൾ ഡിമാൻഡ്സ് ഓൺ ദ പീപ്പിൾ വൺ ഡിപ്പെൻഡ്സ് അപ്പോൺ. മറ്റുള്ളവരുടെ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും ചോദിക്കാതിരിക്കുക, കാരണം ആ പേരിൽ അവർ എന്നെ ഇട്ടയച്ചു പോയാലോ എന്നുള്ള പേടിയുണ്ട്. ദെൻ പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഫിയേഴ്സ് ഓഫ് ബീങ് അബാൻഡൻഡ് ബൈ എ പേഴ്സൺ വിത്ത് ഹൂം വൺ ഹാസ് ക്ലോസ് റിലേഷൻഷിപ്പ്. ക്ലോസ് റിലേഷൻഷിപ്പുള്ള ഒരാൾ എന്നെ ഇട്ടിട്ട് പോകുമെന്നുള്ള പേടി എപ്പോഴും അവരുടെ മനസ്സിലുണ്ടാവും. ദെൻ ഫീലിംഗ് അൺകംഫർട്ടബിൾ ആൻഡ് ഹെൽപ്ലെസ് വെൻ അലോൺ. ഒറ്റയ്ക്കാകുമ്പോൾ അവർക്ക് ഭയങ്കര ഒറ്റപ്പെട്ട അല്ലെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥ വരുന്നു. ദെൻ ലിമിറ്റഡ് കപ്പാസിറ്റി ടു മേക്ക് എവരിഡേ ഡിസിഷൻസ് വിത്തൗട്ട് എൻ എക്സസീവ് എമൗണ്ട് ഓഫ് അഡ്വൈസ് ആൻഡ് റീഅഷുറൻസ് ഫ്രം അതേഴ്സ്. മറ്റുള്ളവരിൽ നിന്ന് അത്രയും അധികം സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ അവരുടെ ഓരോ കാര്യങ്ങളിലും അവർക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് ഒരു കാര്യം തീരുമാനിക്കാൻ പറ്റാത്ത ആളുകൾ. അസോസിയേറ്റഡ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ പെർസീവ്ഡ് വൺസെൽഫ് ആസ് ഹെൽപ്ലെസ്, ഇൻകോമ്പിറ്റൻ്റ് ആൻഡ് ലാക്കിംഗ് സ്റ്റാമിന. ഞാൻ വളരെ ഹെൽപ്ലെസ് ആണ്, എനിക്ക് തീരുമാനങ്ങളൊന്നും എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ല, എനിക്ക് അതിനുള്ള സ്റ്റാമിന ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കും. ദെൻ സം പേഷ്യൻസ് എക്സിബിറ്റ് മെസോക്കിസ്റ്റ് ബിഹേവിയർ, മെസോക്കിസ്റ്റ് ക്യാരക്ടർ. അതായത് ഇങ്ങനെ സെക്ഷലി സബ്മിസീവ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സിനെയാണ് വേദനിപ്പിച്ചാലും എന്ത് ഉപദ്രവിച്ചാലും സബ്മിസീവായി തന്നെ ഇരിക്കുന്നവരാണ് മെസോക്കിസ്റ്റ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ദ റെപ്പിറ്റീവ്ലി എസ്റ്റാബ്ലിഷ് ക്ലോസ് ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് വിച്ച് റിസൾട്ട് ഇൻ പണിഷ്മെൻറ്റ്. അപ്പം മറ്റുള്ളവർ എന്നെ ഉപദ്രവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അവരുടെ അടിമകളായിട്ട് ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരായിരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ. ദെൻ ഒബ്സസീവ് കമ്പൽസീവ് അല്ലെങ്കിൽ അനാങ്കാസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ. സോ യു നോ വാട്ട് ഈസ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ. So likewise there is a features suggesting obsession and compulsion, feeling of excessive doubt, preoccupation with details, perfectionism that interferes with task completion. Then excessive conscientiousness, excessive pedantry and adherence to social conventions, rigidity and stubbornness, unreasonable insistence that others submit to exactly their way of doing things, intrusion of insistent unwelcome thoughts and impulses. The disorder is more often diagnosed in males, common pre-morbid personality of patients who with obsessive compulsive disorder. The major depressive episodes are frequent in these people. അതായത് ഭയങ്കര ഓവർ ഡൗട്ട്, പ്രീ ഓക്യുപ്പേഷൻ വിത്ത് ഡീറ്റെയിൽസ്, നോംസ്, റൂൾസ് അങ്ങനെയുള്ളവരായിരിക്കും. റിജിഡ് ആൻഡ് സ്റ്റബോൺ ആയിരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർ ഞാൻ പറയുന്ന പോലെ തന്നെ അനുസരിക്കണം എന്നുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് എപ്പോഴും ഇതുപോലുള്ള ചിന്തകൾ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കും. കൂടുതലായിട്ടും ഇത് മെയിൽസിലാണ് കണ്ടുവരുന്നത്. ആൻഡ് ദീസ് പീപ്പിൾ, അങ്ങനത്തെ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ആൾക്കാർക്ക് ഭാവിയിൽ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയും അതുപോലെ തന്നെ മേജർ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അടുത്തത് പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ. സിഗ്നിഫിക്കൻ്റ് ആൻഡ് പെർസിസ്റ്റൻറ്റ് പാസീവ് റെസിസ്റ്റൻസ് ടു ഡിമാൻഡ്സ് ഫോർ ആഡിക്വേറ്റ് സോഷ്യൽ ആൻഡ് ഒക്യുപ്പേഷണൽ പെർഫോമൻസ്. അതായത് ഇവർ അഗ്രസീവ് ആയിരിക്കും എന്ന് വെച്ചാൽ പാസീവ് അഗ്രഷനാണ് ഇവരുടെ നേച്ചർ. അതായത് നമ്മൾ ഒരാളെ നേരിട്ട് അടിക്കുകയോ ഉപദ്രവിക്കുകയോ അതിന് പകരം റെസിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് അവർ അഗ്രഷൻ കാണിക്കുക എന്നുള്ളതാണ്. അതായത് സ്റ്റബോൺനെസ്, ഇൻറ്റൻഷണൽ ഇൻഎഫിഷ്യൻസി, പ്രോകാസ്റ്റിനേഷൻ, അൺജസ്റ്റിഫൈഡ് പ്രൊട്ടസ്റ്റ്, ഫോർഗെറ്റ്ഫുൾനെസ് ഓർ ഡ്വാഡ്ലിംഗ് ആർ യൂസ് ടു അച്ചീവ് ദിസ് പർപ്പസ്. അതായത് സ്റ്റബോൺ ആയിരിക്കും, അതുപോലെ തന്നെ ഇൻറ്റൻഷനലായിട്ട് എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നുള്ള രീതിയിൽ അത് ഉഴപ്പും, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നീട്ടിവെക്കും, അതുപോലെ തന്നെ നമുക്ക് ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും, ചില കാര്യങ്ങൾ മറന്നുപോയി എന്ന് പറയും, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്യാതിരിക്കും. ഇതെല്ലാം ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു റെസിസ്റ്റൻസ് കാണിച്ചുകൊണ്ട് അവർ അഗ്രഷൻ കാണിക്കുന്ന ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റിയാണ് നമ്മൾ പാസീവ് അഗ്രസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ഓൾ ഇൻ എ നട്ട്ഷെൽ അബൌട്ട് പേഴ്സണാലിറ്റി ഡിസോർഡർ. അപ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഫീച്ചേഴ്സ് വെച്ചിട്ട് നമുക്ക്
ചോദ്യങ്ങൾ വരാം. അത് ഏത് പേഴ്സണാലിറ്റി ഡിസോർഡർ ആണ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. സോ ദാറ്റ്സ് ഓൾ. ഹാവ് എ ഗുഡ്. If you have not subscribed this channel yet, kindly subscribe this channel by clicking the subscribe button below